ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ബ്യൂട്ടി ആൻഡ് കുക്കറി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ളൊരു കറിയുടെ റെസിപ്പിയാണ്. അതുകൂടാതെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ നോൺ വെജൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇത് പറ്റും. അപ്പോൾ പനീർ മഞ്ചൂരിയനാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, അതിനോടൊപ്പം ഞാൻ 2 പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ സവാള നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ ചെറുതായിട്ട് അരിയാം, അതല്ലാന്നുണ്ടെങ്കിൽ അല്പം കനം കൂട്ടി അരിയാം, കുഴപ്പമൊന്നുമില്ല. ഏതാണ് നമ്മൾ ചില്ലി ചിക്കനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ ആണ്. അപ്പോൾ ഞാൻ ഒരു വലിയ ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പനീറിൻ്റെ ക്യൂബ്സ് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ടത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ പനീർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കത് മാറ്റി വയ്ക്കാം. ഇതൊരല്പം ഫ്രോസൺ പനീറായിരുന്നു, അതുകൊണ്ടാണ് അത് പൊടിഞ്ഞു പോയത്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് ഒരല്പസമയം മുൻപ് തന്നെ പനീർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ ഇതുപോലെ പൊടിഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ പനീർ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കി വന്ന എണ്ണയിൽ തന്നെ സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഗാർലിക് പൗഡറും അതുപോലെ ജിഞ്ചറിൻ്റെ പൗഡറുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മിന എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ജിഞ്ചർ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ ഫ്രഷ് ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് സാധാരണ പോലെ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കാം. സാധാരണയായിട്ട് നമ്മൾ ഫ്രഷ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന റെസിപ്പി ആയതുകൊണ്ടാണ് പൗഡർ യൂസ് ചെയ്തത്. ഇനി അത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ കട്ട് ചെയ്തത് പ്യൂരിയുടെ ഫോമിലാക്കി മാറ്റാം. അതിനായിട്ട് നമ്മളത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത്
പ്യൂരിയുടെ ഫോമിലേക്ക് മാറ്റിയിട്ട് അത് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ട് ജിഞ്ചർ ഗാർലിക് പൗഡറൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുള്ള ആ പേസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടൊമാറ്റോയുടെ പച്ച മണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ടത് പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് ചേർക്കുന്നത് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. എന്നിട്ട് നമുക്ക് എരിവ് അനുസരിച്ച് 1/4 മുതൽ ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറാണ്. ഫ്രഷായിട്ട് പൊടിച്ച പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ഒരു അല്പം പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടത് വഴറ്റിയെടുക്കാം. അത് അല്പം ഒന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു വലിയ സ്പൂൺ ടൊമാറ്റോ സോസാണ്. അപ്പോൾ ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ ടൊമാറ്റോ സോസ് ഒരു 1/4 മുതൽ 1 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോയാ സോസോ അതുപോലെ ഓയിസ്റ്റർ സോസോ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അത് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ആ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീറിൻ്റെ ക്യൂബ്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ പനീറിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇനി ഞാൻ അതിലേക്ക് ചേർക്കുന്നത് നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ആണ്. അപ്പോൾ ആ ഫ്രഷ് ആയിട്ടുള്ള ക്യാപ്സിക്കം നമ്മൾ അവസാനം ചേർക്കുന്നതാണ് നല്ലത്. കാരണം ആദ്യമേ ചേർത്താൽ അത് നന്നായിട്ട് കുഴഞ്ഞു പോവും. അപ്പോൾ ഞാൻ ലാസ്റ്റാണ് സാധാരണ ചേർക്കുന്നത്.
എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന പനീർ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു 2 പേർക്ക് 3 പേർക്കൊക്കെ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയാൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പനീർ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ പറ്റുന്ന ഈസി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ എൻ്റെ ചാനലിൽ ഏത് പുതിയ വീഡിയോ വന്നാലും നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ ഒരു വീഡിയോ പോലും മിസ് ചെയ്യാതെ എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.